വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ സ്വയം നദിയായിട്ട് മാറാൻ പറ്റും എന്നൊരു കുഞ്ഞു വിചാരം മാത്രമാണ് ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇതിനൊരു കെട്ടുകാഴ്ചകളും ആവശ്യമില്ല, ഒത്തിരി വർത്തമാനം ആവശ്യമില്ല, ഒന്നും. പതുക്കെ പതുക്കെ നമുക്കറിയാൻ പറ്റും നമ്മുടെ കൂടെ പാർക്കുന്ന മനുഷ്യരെന്തുമാത്രം നനവുള്ളതാണെന്ന്, ഈർപ്പമുള്ളതാണെന്ന്. വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഭാരതീയ ആചാര്യൻ രാമകൃഷ്ണ പരമഹംസ. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്നിങ്ങനെ പാലൊഴുകുമായിരുന്നു. ഒരു പുരുഷൻ്റെ, അതും വയോധികനായൊരു പുരുഷൻ്റെ നെഞ്ചിൽ നിന്ന് പാലൊഴുകുക എന്നൊക്കെ പറഞ്ഞതിനർത്ഥം എന്താണ്? എനിക്കിതൊക്കെ വലിയ ആത്മീയ കവിതയായിട്ട് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, മരിച്ചിട്ടും അവൻ്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. ഉപയോഗിക്കണ വാക്ക് ഗഷ്ഫോർത്ത് എന്നൊരു വാക്കാണ്. ഉറവ് പൊട്ടിന്ന വേണമെങ്കിൽ മരിച്ചവരുടെ നെഞ്ചിൽ നിന്നൊക്കെ ഒരിത്തിരി ചലമൊക്കെ ഒഴുകിയേക്കാം, പക്ഷെ അതല്ല ഉപയോഗിക്കണത്. കില്ലാടിമാരിങ്ങനെ കിണറിനുള്ള ഇടം തപ്പി 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 ചെന്നിട്ട് ഒരിടത്ത് ചെന്ന് കൊട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിങ്ങനെ ഉറവ് വന്ന് അയാളെ കുളിപ്പിക്കുന്ന പരിപാടിയുടെ പേരാണെന്ത്? ഗഷ്ഫോർത്ത്. മരിച്ചിട്ടും യേശു എന്ന് പറയണ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴും യേശു സ്നേഹിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ടിങ്ങനെ തണുപ്പ് വരണം. കൂട്ടി കുറച്ച് ഹരിച്ചു കഴിയുമ്പോൾ എന്താണ് സുവിശേഷ പ്രഘോഷണം? യേശു എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ് എന്താ? സുവിശേഷ പ്രഘോഷണം. എനിക്കൊരു അനുഭവമുണ്ട്. പട്ടം കിട്ടിയ ആദ്യ നാളുകളിൽ എന്നോടിങ്ങനെ വളരെ താല്പര്യമുള്ളൊരു വല്യച്ഛൻ അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ കുറച്ച് ദിവസം വന്ന് പാർക്കാൻ പറഞ്ഞു. വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സെമിനാരിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആവുന്നുള്ളൂ, അതുകൊണ്ട് നീ ഇത്തിരി ബൈബിൾ ക്ലാസ് എടുക്കുക. അങ്ങനെ 7 or 10, ഇപ്പം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 10 ദിവസമാണ് എൻ്റെ ഓർമ്മ കിടക്കുന്നത്. 10 ദിവസം വൈകുന്നേരം ഇങ്ങനെ ബൈബിൾ ക്ലാസ് ഉണ്ട്. ചെറിയ കൃഷിക്കാരുടെ ഇടവകയാണ്. 6 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് പേര് പള്ളി സ്കൂളിൽ വരും. വിശേഷിച്ചും പുരുഷന്മാർ ഒരു 100-150 പേര് ഉണ്ടാവും. 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ചീനിയൊക്കെ ഇത്തിരി കപ്പയൊക്കെ ഉള്ളത് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതും കഴിച്ച് പിരിയും. അങ്ങനെ 10 ദിവസമാണെങ്കിൽ 9 ദിവസം കഴിയും. എന്നിട്ട് അവസാനത്തെ ദിവസം, കൃത്യമായിട്ട് എത്ര ദിവസം കിട്ടുന്നില്ല, ആ അവസാന ദിവസം ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് എണീറ്റപ്പോൾ എല്ലാത്തിനും ഇത്തിരി വിമർശിക്കുന്ന, എല്ലാത്തിനോടൊരു ഇത്തിരി ഒരു സിനിസിസമുള്ള ഒരു മുതിർന്ന വ്യക്തി എണീറ്റിട്ട് പറഞ്ഞു, കുറച്ച് ദിവസമായി ഇവിടെ നിന്ന് ഏതാണ്ടൊക്കെ പറയുന്നല്ലോ, ശരിക്കും എന്താണ് പറയണം? ഇപ്പം നമുക്കത് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ കെളുന്ത. കുറേ ദിവസമായി ഇവിടെ നിന്ന് ഏണ്ടൊക്കെ പറയുന്നുള്ളൂ, ശരിക്കും എന്താ പറയണം? ഈ ഉത്തരം മുട്ടുമ്പോൾ ഉത്തരം നാവി വെച്ച് തരുന്ന ആളാണ് പരിശുദ്ധാത്മാവെന്നൊക്കെ ഒരു യേശുവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. അരൂപിയുടെ സ്പർശമെന്ന് തന്നെ ഞാൻ കരുതിക്കോട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും ദിവസമായി എന്താ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് ഇപ്പം എനിക്ക് പോലും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവർക്ക് അത് ഓർത്തിരിക്കേണ്ട അത്ര ബാധ്യതയും വരുന്നില്ല. എന്നാലും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറയാൻ വിട്ടുപോയാലും ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വിളിച്ചു, എന്ത്? യേശു ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോഴും എന്തോ ആവട്ടെ.
ഇത് പറഞ്ഞിട്ട് ആ വാക്കിൻ്റെ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ ഞാനിങ്ങനെ കൂനിപ്പിടിച്ചിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി കുറച്ചു നേരം നിന്നു. എന്നിട്ട് കണ്ണട മാറ്റി കൺകോണിൽ നിന്ന് പതുക്കെ ഒന്ന് ഒരു കണ്ണീര് തുടച്ച് അവിടെ ഇരുന്നു. പിന്നെ ആരും ഇങ്ങനെ അനങ്ങിയിട്ടില്ല. കുറച്ചുകൂടി ഇരുട്ടിയപ്പോൾ വേണമെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. പറഞ്ഞതൊരു 18 വർഷമായിട്ട് മിക്കവാറും സന്ധ്യകളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. എന്നിട്ടും ആ 18 വർഷങ്ങളുടെ അനുഭവത്തിൽ ഇത്രയും അഭിഷേകമുള്ളൊരു സന്ധ്യ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പം അതുമാത്രമാണ് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പറയുന്ന കാര്യങ്ങളിലെ പൊടിപ്പും തൊങ്ങലുകളും കഥകളും ഒക്കെ വിട്ടുകളാം. അകപ്പാട് ഒരൊറ്റ കാര്യം മാത്രമാണ് സുവിശേഷ പ്രഘോഷണം. എന്താണത്? യേശു എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. അതിപ്പം മനസ്സിലാവത്തില്ല. കുറേ പരിക്ക് പറ്റുമ്പോൾ, കുറേ അവിശ്വസ്തയിലൂടെ കടന്നു പോകുമ്പോൾ, കുറേ ഒറ്റയിലൂടെ കടന്നു പോകുമ്പോൾ, കുറേ ചതിയിലൂടെ കടന്നു പോകുമ്പോൾ അറിയാൻ പറ്റും ആ വാക്കിൻ്റെ അർത്ഥം. യേശു ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. നിക്കി ക്രൂസ് എന്നും പറഞ്ഞ ഇന്ന് വളരെയേറെ മനുഷ്യർ വായിക്കുന്ന ഒരു സുവിശേഷകനുണ്ട്. നിക്കിയുടെ ആരംഭം ഒരു ഗ്യാങ് ലീഡറായിട്ടായിരുന്നു, ഗുണ്ടാപ്പീസായിട്ടായിരുന്നു ആരംഭം. മയക്കുമരുന്നിന് കുപ്രസിദ്ധി നേടിയ ഒരു തെരുവിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശി വന്നിട്ട് എന്നും പറയും, യേശു ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടം വരെ മയക്കുമരുന്നിൽ ആടി വന്നിട്ട് ഈ മനുഷ്യൻ ആ ഉപദേശിയുടെ ഇങ്ങനെ നെറ്റിയിൽ ഒരു കടാര തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഈ തെരുവിൽ നിന്നുകൊണ്ട് നീ അത് പറയുകയാണെങ്കിൽ നിന്നെ ഞാനിങ്ങനെ ഒറ്റ വരി വരിഞ്ഞിട്ട് 32 കഷ്ണമാക്കും. ഈ 32 കഷ്ണം നഗരത്തിൽ 32 വേസ്റ്റ് ബോക്സ് ഉണ്ട്, ഡസ്റ്റ്ബിന്നുണ്ട്. 32 ഇടത്ത് കൊണ്ടിടും. അപ്പോൾ ആ ഉപദേശി പറഞ്ഞു, നിക്കി, നീ എന്നെ 32 കഷ്ണമാക്കി 32 ഈ വേസ്റ്റ് വീപ്പെ കൊണ്ട് ഇട്ടാലും ആ 32 കഷ്ണങ്ങളും പിന്നെയും പറയും, നിക്കി, യേശു നിന്നെ ഇപ്പോഴും സ്നേഹിക്കും. കയ്യിൽ നിന്നിങ്ങനെ കടാര വീണു. ഇതായിരുന്നു നിക്കി ക്രൂസ് എന്ന് പറയുന്ന സുവിശേഷകൻ്റെ മാനസാന്തരം. അപ്പോൾ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പറയുന്ന അലങ്കാരങ്ങളോ ഭാഷകളോ ഒന്നുമല്ല, മറിച്ച് യേശു എന്നെ സ്നേഹിക്കുന്നുള്ള അറിവാണ്. മരിച്ചവൻ്റെ ചങ്കിൽ നിന്ന് ഇപ്പോഴും രക്തവും ജലവും ഒഴുകുന്നുണ്ട്. ആ തണുപ്പിലിരുന്നു കൊണ്ട് ഓരോരുത്തർക്കും സ്വയം നദിയായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് മാത്രമാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്നിങ്ങനെ ഒഴുകുക, ഈ കണ്ണടയുവോളം ഒഴുകിക്കൊണ്ടിരിക്കുക, ഈ കണ്ണടയുവോളം. 2, ജീവിതം വെച്ച് നീട്ടുന്ന അനുഭവങ്ങളെ സമചിത്തോട് സ്വീകരിക്കുക. ഇത്രയും ഇങ്ങനെ തകർന്നു പോകരുത്. ജീവിതം അതിനെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. 3, പുഴ ഇങ്ങനെ എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്നു. 3, നിങ്ങളുടെ സാന്നിധ്യത്തിൽ മനുഷ്യർക്ക് കുറേ കൂടി നൈർമല്യത്തിൽ ജീവിക്കണമെന്നും നിഷ്കളങ്കതയിലായിരിക്കണമെന്നും ഒക്കെ തോന്നലുണ്ടാകുന്നുണ്ടോ? പുഴ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാ. 2, 3 നേരമൊക്കെ കുളിക്കുന്നവരെന്നൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഹുങ്ക് പറയാറുണ്ട്. അത് വാസ്തവത്തിൽ നമ്മുടെ ദേശത്തിൽ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല, മറിച്ച് ഇത്രയും ജലരാശികൾ നമ്മളുണ്ടാക്കുന്ന ബാധ്യതയാണ്. ഇത്രയും പുഴയും ഇത്രയും നദിയും
നീർത്തടാകങ്ങളും ഒക്കെ ഉള്ളൊരു ദേശത്ത് മനുഷ്യന് കുളിച്ചേ പറ്റും. അപ്പം അത് കണക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് വരുന്ന മനുഷ്യർക്ക് കുറേ കൂടി ഇങ്ങനെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് ഒന്ന് കുളിച്ചു വരണം തോന്നാൻ നിങ്ങളുണ്ടാക്കുന്നുണ്ടോ? എന്ന മൂന്നാം പാഠം, വിമലീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ആദിമ ക്രൈസ്തവർ അവരെ വിളിച്ചിരുന്ന വാക്കായിരുന്നു എന്ത്? വിശുദ്ധർ. നമുക്ക് ആ വാക്കിനെ ഒന്ന് ഗൗരവമായിട്ട് എടുത്താൽ എന്താ? കുറച്ചു കാലം മുമ്പ് കുറച്ച് അച്ഛന്മാർ മദർ തെരേസയെ കാണാനായിട്ട് കൽക്കട്ടയിൽ ചെന്നു. ഒരു മലയാളി അമ്മ, സിസ്റ്റർ അമ്മയെ ഇവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ദീസ് ആർ സം ഗുഡ് പ്രീസ്റ്റ് ഫ്രം കേരള. കേരളത്തിൽ നിന്നുള്ള കുറച്ച് നല്ല അച്ഛന്മാരാ. അപ്പം കൂനി പിടിച്ചിരിക്കുന്ന ആ വൃദ്ധ പറഞ്ഞു, ഡോണ്ട് കോൾ ഗുഡ്, സേ ഇറ്റ് ഹോളി. നല്ലതെന്ന് പറയരുത്, നിർമ്മലരെന്ന് പറയും. നിർമ്മലരെന്ന് പറയും. നല്ലതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലവരായിട്ടൊക്കെ ജീവിക്കാൻ. പക്ഷെ നിർമ്മലരായി ജീവിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ക്ഷണം. അപ്പം അതിനെ കുറേ കൂടി ഇങ്ങനെ ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വീണ്ടും പിറക്കുക, വീണ്ടും പിറക്കുക. എന്താ വീണ്ടും പിറക്കുക എന്നതിനർത്ഥം? ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്. അവനവൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഒരു മടക്കയാത്ര ഇനിയും സാധ്യമാണ്. കുഞ്ഞുങ്ങളുടെയും ശൈശവത്തിൻ്റെയും നിഷ്കളങ്കതകൾ വേണമെന്ന് വെച്ചാൽ തിരികെ പിടിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ലൂക്കാ 15-ാം അധ്യായം വായിക്കണം. എന്താ ലൂക്കാ 15-ാം അധ്യായം? കുറേ നഷ്ടങ്ങളുടെ കഥയാണ്. ഒരാൾക്കൊരാട് നഷ്ടമാകുന്നു, ഒരു സ്ത്രീക്ക് ഒരു നാണയം നഷ്ടമാകുന്നു, ഒരപ്പന് മകന് നഷ്ടമാകുന്നു. 3 നഷ്ടങ്ങളുടെ കഥയാണ്. എന്താ പാപം എന്ന് പറയണത്? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടത്തിൻ്റെ പേരാ പാപം. ഒരു ഉദാഹരണത്തിന്, ബന്ധു ദിവസം എനിക്കൊരു C ക്ലാസ് കടയുണ്ട്. ഞാനത് തുറന്നില്ല. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടുകാരിയോട് പറഞ്ഞു, നമുക്ക് 500 രൂപയുടെ നഷ്ടമുണ്ടായി. എന്താ എൻ്റെ അർത്ഥം? കച്ചവടം ചെയ്തുണ്ടായ നഷ്ടമെന്നല്ല, കച്ചവടം ചെയ്യാതിരുന്നുണ്ടായ നഷ്ടം. ഇപ്പം എന്താ നഷ്ടമെന്ന് പറയണത്? അർത്ഥപൂർണമല്ലാത്ത നിലനിൽപ്പിൻ്റെ പേരാണെന്ത്? നഷ്ടം. ഇപ്പം കള്ളുകൂടി പാപമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണ്ടത് പറയാൻ ധൈര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. ചില നാടുകളിലെങ്കിലും കള്ള് അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗം, വിദേശങ്ങളിലൊക്കെ. അപ്പം അതിനകത്തൊന്നും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു 40-47 വയസ്സൊക്കെ ആകുമ്പോൾ തലയിലോട്ട് വരുന്നുണ്ട്, അതും ഇങ്ങനെ പാപമാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. കാരണം അത് കുടിക്കണ സമയത്തെങ്കിലും ഒരാൾക്ക് അയാളുടെ നഷ്ടമാവുന്നുണ്ട്. അയാൾക്ക് അയാളുടെ മീതി കാര്യമായ ഏകാഗ്രത ഉണ്ടാവില്ല. അയാൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ അയാളുടെ വീട്ടുകാർ തന്നെ പറയും, നിങ്ങൾ പിന്നെ സംസാരിക്കുക. അല്ലെങ്കിൽ എന്തുമാത്രം കുലീനമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഈ ഒരു കോപ്പ കള്ളു മോന്തിയതിൻ്റെ പേരിൽ അയാളിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ വിധേയപ്പെട്ട് നിൽക്കേണ്ടതായിട്ട് വരുന്നത്. ഇതൊരു കഷ്ടം. കുറച്ച് നമ്മളുമായൊക്കെ ആയിട്ട് ബന്ധം കൊണ്ട് ഒരു കടലിൽ പണിക്ക് പോകുന്ന ഒരു വ്യക്തി കള്ളുകൂടി നിർത്തി. കുറച്ചു കാലം മുമ്പ് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ടപ്പോഴേക്കും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഇന്നയാളെ പേര് പറഞ്ഞിട്ട് എല്ലാവർക്കും എന്തും മതിപ്പാണെന്ന് അച്ഛനറിയാവോ? ഇപ്പം ഇന്നയാളെ എല്ലാവർക്കും എന്തും മതിപ്പാ. അപ്പം ഇങ്ങനൊരു അർത്ഥപൂർണമല്ലാത്ത നിലനിൽപ്പിൻ്റെ പേരാണെന്ത്? പാപം. അങ്ങനെയെങ്കിൽ ആ നഷ്ടത്തിന് 3 കാരണങ്ങളാണ് ഉള്ളത്. 1, ആട് നഷ്ടമാകുന്നത് കണക്കിങ്ങനെ അജ്ഞത കൊണ്ട്. 2, നാണയം നഷ്ടമാകുന്നത് കണക്ക് അശ്രദ്ധ കൊണ്ട്. 3, മകൻ ഇറങ്ങിപ്പോകുന്ന കണക്ക്
അഹന്ത കൊണ്ട്. തിരികെ നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും 3 കാരണങ്ങളേ ഉള്ളൂ: അജ്ഞത, അശ്രദ്ധ, അഹന്ത. വിശേഷിച്ചും ഈ ശരീരവുമൊക്കെയായി ബന്ധപ്പെട്ട് സംഭവിച്ച പാളിച്ചകൾ. ഒരു പെൺകുട്ടി മുതിർന്നപ്പോൾ അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പോലും ഒരാൺകുട്ടി മുതിർന്നപ്പോൾ അവൻ്റെ അപ്പം പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ ജനിച്ചു വളരുന്ന ഒരു ശരാശരി ആൺകുട്ടി പുരുഷൻ അയാളുടെ ശരീരത്തെ ഇനിയും പിടുത്തം കിട്ടിയിട്ടില്ല. ഏതൊരു അജ്ഞാത മേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടാകാവുന്നൊരു വികാരം ജിജ്ഞാസയാണ്. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ആരംഭിച്ച ജിജ്ഞാസകൾ ഏതു പ്രായത്തിൽ ഒരാൾ നിലനിർത്തിയിരിക്കാം. അങ്ങനെ കുറേ അധികം പാളിച്ചകളുടെ കാരണം അജ്ഞതയാണ്. പിന്നെ അശ്രദ്ധ. 10 നാണയങ്ങളിലൊന്ന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കണം? 10 കൽപ്പനകളിലൊന്ന്. അത് കണക്ക്. അത്രയും സൂക്ഷിക്കേണ്ട. എന്നിട്ടോ സൂക്ഷിച്ചില്ല. പിന്നെ മകൻ ഇറങ്ങിപ്പോകുന്നത് ബോധപൂർവ്വം അഹന്ത കൊണ്ട്. എന്തായാലും ഇതാണ് സുവിശേഷം: നീ എങ്ങനെ നഷ്ടമായാലും വീണ്ടെടുക്കപ്പെടും. ഇത് ഭൂമിയോട് പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് സുവിശേഷ പ്രഘോഷണം. നീ എങ്ങനെ നഷ്ടമായാലും വീണ്ടെടുക്കപ്പെടും. ആട് ആലയിലേക്കും നാണയം ഗണത്തിലേക്കും മകൻ വീട്ടുമേശയിലേക്കും വരും. അപ്പോഴാണ് ശരിയായ സന്തോഷം ആരംഭിക്കാൻ പോകുന്നത്. മടങ്ങി വന്നവരാണ് ശരിയായ സന്തോഷം അനുഭവിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ കാലം മുമ്പ് ഉള്ള വെളുപ്പിന് ആശ്രമത്തിലൊരു ഫോൺ വരുന്നു. ചെന്നെടുക്കുമ്പോൾ ഇത്തിരി പരിചയം മാത്രമുള്ള ഒരാളാണ്. ഇവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വിളിക്കണം. ചോദിച്ചു, എന്തേ ഇത്രയും വെളുപ്പിനെ? അയാൾ പറഞ്ഞു, അച്ഛാ, ഒരു സന്തോഷം പറയാൻ വേണ്ടിയാണ്. എന്താണത്? എനിക്കൊരു 15 വയസ്സും എൻ്റെ ചേട്ടായിക്കൊരു 17 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ടോ ഇന്നലെ വൈകുന്നേരം അങ്ങനെ 20 വർഷം കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ തർക്കം ആരംഭിച്ചെന്ന് പോലും ഇപ്പം ഞങ്ങളുടെ ഓർമ്മയിലില്ല. എന്നിട്ടോ ഇന്നലെ വൈകുന്നേരം അയാൾ എൻ്റെ സെല്ലിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കുട്ടാ, നിനക്ക് സുഖമൊക്കെ തന്നെ ആണോടാ? ഞാൻ അപ്പത്തൊട്ട് കരയുകയാണ് അച്ഛാ. ഞാൻ അപ്പത്തൊട്ട് കരയുക. എനിക്കിത് ആരോടെങ്കിലും പറയണ്ടേ? ഓരോ മടക്കയാത്രയിലും എന്തുമാത്രം ആനന്ദമാണ് മനുഷ്യർക്കുണ്ടാവുന്നത്. മടങ്ങി വന്നവൻ പ്രസരിപ്പിക്കുന്ന ആനന്ദത്തിൻ്റെ പേരാണെന്ത്? വിശുദ്ധി. ലോകത്തെ ഏറ്റവും നല്ല ആനന്ദം എന്ന് പറയുന്നത് നിഷ്കളങ്കരായ മനുഷ്യരെ കാണുന്ന. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിശുദ്ധന്മാരുടെ തിരുനാളൊക്കെ ആഘോഷിക്കണം. എന്തിനാണ് നമ്മളിങ്ങനെ അൽഫോൻസാമ്മ എന്ന് ഈ പള്ളിക്ക് പേരിട്ടത്? എന്തിനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണത്? വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. തൃശ്ശൂർ അക്കാഡമി ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ചാവറപ്പിതാവിൻ്റെ എണ്ണച്ചായിത്രം കാണും. അത് സഭയ്ക്ക് കൊടുത്ത സംഭാവനകളുടെ പേരിലല്ല, ഈ ദേശത്തെ ഭാഷയ്ക്ക് മലയാളത്തിന് കൊടുത്ത സംഭാവനയുടെ പേരില്ല. ലോകത്തെവിടെ എത്ര പുണ്യാവന്മാർ ആ ദേശത്തിലെ സെക്കുലർ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അത്രയും പണ്ഡിതനാണ്. പക്ഷേ ഈ പാണ്ഡിത്യത്തിലൊന്നുമല്ല ശരിയായ കളി കിടക്കണത്. മരിക്കണതിന് മുമ്പൊരു കാര്യം പറഞ്ഞു. എന്താണത്? ജ്ഞാനസ്നാനത്തിൽ കിട്ടിയ പ്രസാദവരം ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല. എന്നിട്ട് മരിച്ചു. അത് കഠിനോ? കുറേ അധികം വർഷങ്ങൾ ജീവിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരാൾ തൻ്റെ ജീവിതത്തെ പിന്തിരിഞ്ഞ് നോക്കിയിട്ട് പറയുകയാണ്, ജ്ഞാനസ്നാനത്തിൽ കിട്ടിയ പ്രസാദവരം ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ വരുന്ന ഈർപ്പം. ഞാൻ അതിനു മുമ്പ് ശ്രദ്ധിച്ചു, വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഈർപ്പം ഇല്ല. ഓ, പണ്ഡിതന്മാർ ആയിക്കോട്ടെ,
പക്ഷെ കണ്ണ് നിറയണത് അപ്പോഴാണ്. നിഷ്കളങ്കരായ മനുഷ്യരെ കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ആ നിഷ്കളങ്കത കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാൻ പറ്റുമെന്നുള്ളതാണ് സുവിശേഷം. ആണ് മൂന്നാമത്തത്. ഈ നിഷ്കളങ്കതയെ തിരികെ പിടിക്കുക, നിഷ്കളങ്കതയെ പ്രസരിപ്പിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 15 വയസ്സ് തൊട്ട് എനിക്ക് കത്തെഴുതിക്കൊണ്ടിരുന്നൊരു പെൺകുട്ടി. അവളുടെ കല്യാണം കഴിഞ്ഞ വർഷമായിരുന്നു. ആ ചെറിയ പ്രായം തൊട്ട് ഈ കഴിഞ്ഞ വർഷം കല്യാണക്കുറി അയക്കുന്നത് വരെ അവൾ കത്ത് അവസാനിപ്പിക്കുന്ന ഒറ്റ വരിയിലാണ് യേശുവിൻ്റെ സ്വന്തം പേര്. യേശുവിൻ്റെ സ്വന്തം. അവളുടെ കല്യാണം നടക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രഭാഷണം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കായിരുന്നു. ഞാൻ ഇത്രേ പറഞ്ഞോളൂ, എനിക്ക് വേറെ ഒന്നും പറയാനായിട്ട് താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല, ചടങ്ങൊക്കെ വേഗത്തിൽ നടക്കട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. 15 വയസ്സ് തൊട്ട് എനിക്ക് എഴുതിക്കൊണ്ടിരുന്നൊരു പെൺകുട്ടിയാണ് ഇവള്. അവളുടെ കല്യാണക്കുറി വരെയുള്ള കഴിഞ്ഞ കത്ത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: യേശുവിൻ്റെ സ്വന്തം, ജീസസ് ഓൺ. അപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആ പുരുഷൻ്റെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടു. ലോകത്തിന് നിഷ്കളങ്കരായ മനുഷ്യരെ ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞ ആ മാഗിയെക്കുറിച്ച്, അല്ലെങ്കിൽ മാഗി എഴുതിയ കുറിപ്പുകളെല്ലാം കൂടി ചേർത്ത് ഞങ്ങളൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. ആ പുസ്തകം ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്: പ്രണയവും പവിത്രതയും ലോകത്തെ കീഴ്പ്പെടുത്തുമെന്ന് വിശ്വസിച്ച ഒരാൾ. പ്രണയവും പവിത്രതയും ലോകത്തെ കീഴ്പ്പെടുത്തുമെന്ന് വിശ്വസിച്ച ഒരാൾ. ഇത് വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ഒടുവിൽ ലോകത്തെ കീഴ്പ്പെടുത്താൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രണയം, മറ്റൊന്ന് പവിത്രത. പ്രണയം എന്ന് പറയുന്നത് എന്തിനോടുമുള്ള ഇങ്ങനെ അഗാധമായ സ്നേഹത്തിൻ്റെ പേരാണെന്ത്? പ്രണയം. പാഷനറ്റ്. കുഞ്ഞുങ്ങളോടാവാം, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനോടാവാം, കൃഷിയോടാവാം, വൈദ്യവൃത്തിയോടാവാം. പിന്നെ അതിന് സമാന്തരമായിട്ട് പവിത്രതയും. അപ്പം 3, അതാണ് നിങ്ങളുടെ സാന്നിധ്യം ലോകത്തെ കുറെ കൂടി നിർമ്മലതയിലേക്ക് വിളിക്കുന്നുണ്ടോ? അസിസിലെ ഫ്രാൻസിസ് ക്ലാര എന്ന് പറയുന്ന തൻ്റെ സ്നേഹിതയെ നോക്കിക്കൊണ്ട് പറഞ്ഞത് കണക്കാണ്: ക്ലാര, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരൊരിക്കലും പാപം ചെയ്തിട്ടില്ലെന്ന്. ക്ലാര, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരൊരിക്കലും പാപം ചെയ്തിട്ടില്ലെന്ന്. നീയോ ഞാനോ എന്നുള്ളതല്ല, മാനവരാശി തന്നെ പാപം ചെയ്തിട്ടില്ല. അത്തരം തോന്നൽ തരുന്ന കുറേ മക്കളുണ്ട് നമ്മുടെ കാലത്തിൽ, ചെറുപ്പക്കാർ. യൂത്തിലും അങ്ങനെയൊക്കെ ഉള്ള കുറേ മക്കളുണ്ട്. അവർ നമ്മുടെ ചിലപ്പോൾ വഴുതിപ്പോകുന്ന ജീവിതത്തെ എന്ത് ഭംഗിയായിട്ടാണ് വെല്ലുവിളിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പോലും ചില പ്രായോഗികമായ നിലപാടെടുക്കും. ഉദാഹരണത്തിനായിട്ട് കപ്പലിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ, അല്ല അടുത്ത ഇത് പ്രൊമോഷൻ എന്ന് പറയുന്ന ബാർട്ടൻഡർ എന്നും പറഞ്ഞ സംഭവമാണ്. അതായത് ആദ്യം അയാളിങ്ങനെ മെസ്സിനൊക്കെയാണ്, മേശയൊക്കെ തുടച്ച് നിൽക്കണം. അടുത്ത എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അടുത്ത പണി ബാർട്ടൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ കുടിക്കാൻ ആവശ്യമുള്ള മദ്യം ഓരോ അളവിലൊക്കെ ഇങ്ങനെ കോക്ടെയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. ഈ പണിയും ആ പണിയും തമ്മിൽ ഒരു 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. നല്ലതുപോലെ ബുദ്ധിമുട്ടുള്ള വീട്ടിലാണ് ചെറുപ്പക്കാരൻ. ഇത് കഴിഞ്ഞാലാണ് അവന് വേറെയും പ്രൊമോഷൻസ് ഉണ്ടാവുന്നത്. പക്ഷെ അവൻ മനസ്സിൽ വിചാരിച്ചു, ഈ കുടിക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഞാൻ കുടിക്കുന്നില്ലെന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. കുടിക്കാത്ത ഞാൻ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോ അളവുകളിൽ ഇങ്ങനെ കൂട്ടിയും ചേർത്തും ഒക്കെ കൊടുക്കണത്? നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ എതിരായിട്ട് പള്ളിയൊക്കെ വലിയ സമരത്തിലാണ്. അതുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു. അതിൻ്റെ അർത്ഥം അവനവൻ്റെ ജോലിയിൽ നിന്ന് പുറത്തു വരുവോളം അവനിങ്ങനെ മേശ തുടച്ചിങ്ങനെ ജീവിക്കും, 50 വയസ്സിലുമൊക്കെ. ഇതാണ് നമ്മുടെ മക്കൾ. ഇതാണ് നമ്മുടെ മക്കൾ. ഒരു തീരുമാനം എടുക്കാനായിട്ട്
അവൻ കപ്പലിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനെന്ത് പറയുമെന്നറിയണോ? ഞാൻ പറയും, ഇതിൻ്റെ പണിയാണ്, അതൊന്നും നോക്കിയിരുന്ന കാര്യമൊന്നുമില്ല, കണ്ണും പൂട്ടി കൂട്ടിയോ ചേർത്താ കൊടുക്ക്. ഞാൻ പറയും. നമ്മൾ കുറേ കൂടി ബുദ്ധിയുള്ള ആളാ. പിള്ളേർക്ക് ബുദ്ധിയില്ല, ബുദ്ധിയില്ലാത്ത പിള്ളേർ. ലോകം നിഷ്കളങ്കതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, വീണ്ടും പിറക്കുക, വീണ്ടും പിറക്കുക. ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്. അങ്ങനെ മടങ്ങി വരുന്നവരൊക്കെ എന്തൊരു സന്തോഷമാണ് കൊടുക്കണത്. ഇടയൻ പറഞ്ഞ് നമുക്ക് ആഹ്ലാദിക്കാം, വീട്ടമ്മ പറഞ്ഞ് നമുക്ക് ആഹ്ലാദിക്കാം, അപ്പം പറഞ്ഞ് കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലാം. എല്ലാവർക്കും സന്തോഷം. സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നാണ് യേശു പറഞ്ഞത്? ഒരാൾ തിരിച്ചു വരുമ്പോൾ. അങ്ങനെ വാക്കില്ലേ? ഒരു ദിവസം കുർബാന കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ പള്ളിക്കകത്ത് സക്രാരി കഴിഞ്ഞെന്നാൽ ഏറ്റവും കൂടുതൽ സ്വർഗം സന്തോഷിക്കുന്ന സ്ഥലം ഏതാണ്? ഞാൻ പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. പള്ളിക്കകത്ത് ഇത് കഴിഞ്ഞെന്നാൽ ഏറ്റവും കൂടുതൽ സ്വർഗം സന്തോഷിക്കുന്ന സ്ഥലം സുലിട്ട് തോറ്റി. അപ്പം പുള്ളി പറഞ്ഞു, അച്ഛാ, ആ കുമ്പസാരക്കൂടാ. ഒരാൾ തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. എവിടെ മനുഷ്യർ തിരിച്ചു വരുമ്പോഴും സ്വർഗം സന്തോഷിക്കും, മനുഷ്യൻ സന്തോഷിക്കും. നിഷ്കളങ്കത എന്നുണ്ടാവുന്ന ഒരാനന്ദം. ഈ നാട്ടിൽ കുറച്ചിങ്ങനെ തെറ്റായ ബന്ധങ്ങളിലൂടെ ഇടറിപ്പോയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. കുറച്ചല്ല, കുറച്ചേറെ. അയാളുടെ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അയാളുടെ ഭാര്യ, മെല്ലിച്ചൊരു സ്ത്രീ ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അയാൾ അവളുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ കാക്കപ്പൊന്നായിരുന്നു, നീ ആയിരുന്നു തനിത്തങ്കം. എന്താ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു വൈകാരിക ഒരു അടുപ്പം? ഈ പറഞ്ഞത് നമ്മുടെ അനിയത്തി കൊച്ചിൻ്റെയോ നമ്മുടെ ചേച്ചിയുടെയോ പെങ്ങളുടെയോ നാത്തൂൻ്റെ കഥയല്ലോ. എന്നിട്ടും എന്താ കണ്ണ് കുറച്ചൊന്ന് നിറയണത്? ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എവിടെ മനുഷ്യർ തിരിച്ചു വന്ന് കേൾക്കുമ്പോഴും നമുക്ക് നിഷ്കളങ്കമായൊരു ആനന്ദം ഉണ്ടാവും. മൂന്നത കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യമൊന്നും മുതിർന്നവർക്കില്ല. ഒരു സൂചന മതിയായിരുന്നു. അപ്പോൾ അതാണ് നിഷ്കളങ്കത. നാലാമതായിട്ട്, നിങ്ങൾ തണുപ്പിക്കുന്ന ഒരാളാണോ? ആർ യു എ കൂളിംഗ് മെമ്മറി? എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ നിങ്ങളുടെ ഉറ്റവർക്ക് തോന്നണം, ഇപ്പം പോയി അയാളെ കാണണം, അല്ലെങ്കിൽ ഇപ്പം അയാളെ വിളിക്കണം, ഫോണിൽ വിളിക്കണം. കുറച്ച് കാലം മുമ്പ് ഈ നാട്ടിൽ ഇത്തിരി വായനയും ഇത്തിരി മാറിയൊക്കെ നടന്നിരുന്ന ചെറുപ്പക്കാർ എന്തെങ്കിലും ഒരു സമ്മർദ്ദം വരുമ്പോൾ പറയുന്നൊരു കൊച്ചു വർത്താനം ഉണ്ടായിരുന്നു. എന്താണത്? എനിക്ക് ഫേൺ ഹില്ലിൽ പോകാൻ തോന്നുന്നു, എനിക്ക് ഫേൺ ഹില്ലിൽ പോകാൻ തോന്നുന്നു. എന്താ ഫേൺ ഹില്ല്? അവിടെ ഒരു ആചാര്യനുണ്ടായിരുന്നു, ഗുരു നിത്യ ചൈതന്യ യതി. വായിച്ചും പഠിച്ചും തൻ്റെ അടുക്കിലേക്ക് വരുന്ന മനുഷ്യരെ പടവുകളുടെ അങ്ങേ അറ്റത്തുനിന്ന് തന്നെ കൈകൂപ്പി ഇങ്ങനെ ചേർത്ത് പിടിച്ചുമൊക്കെ വരുന്ന, വിധിവാചകങ്ങളില്ലാതെ മനുഷ്യനെ സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു ആചാര്യൻ. ഞങ്ങളാരും ഫേൺഹില്ലിൽ പോയിട്ടില്ല. എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു സമ്മർദ്ദം വരുമ്പോൾ ഞങ്ങളത് ആവർത്തിക്കും, ഫേൺഹില്ലിൽ പോകാൻ തോന്നുന്നു. അപ്പം അങ്ങനെ ഈ തണുപ്പ് കിട്ടുമെന്ന് പറയുന്ന ചില ഇടങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിലൊന്ന് നിങ്ങളായിരിക്കുമോ, നിങ്ങളുടെ വീടായിരിക്കുമോ? ഇതിന് വലിയ പഠിപ്പും അറിവും ഒന്നും വേണമെന്നില്ലെന്നേ. വെറുതെ പച്ച മനുഷ്യനായിട്ട് നിരുന്നാൽ മതി. ഒരു വീട്ടമ്മ എടുക്കുക, 40 വയസ്സുള്ളൊരു വീട്ടമ്മ. വീടിനകത്ത് ഭയങ്കര സമ്മർദ്ദം, സ്ട്രെസ്സാണ്. അപ്പോൾ അവൾ പറയുകയാണ്, അമ്മയെ കണ്ടിട്ട് എത്ര നാളായി, ഞാൻ അമ്മയെ പോയി കാണാൻ പോവുക. ഓ, പോയിട്ട് വാ. അങ്ങനെ ഒരു ഉച്ചയാകുമ്പോൾ വീട്ടിലെത്തണം.
വയ്യാത്തൊരമ്മയാണ്. അവൾ വന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ പിടിച്ചെണീറ്റ് അവൾക്കിഷ്ടമുള്ള ചിലതൊക്കെ ചൂടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ്. പിന്നെ അവളിങ്ങനെ അമ്മയുടെ അടുക്കലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു, കൂനിപ്പിടിച്ചിരിക്കുന്നു. ഒരു 3 മണിയാകുമ്പോൾ പറയുന്നു, അമ്മ കുഞ്ഞുങ്ങൾ വരാൻ സമയമായി, ഞാൻ പോയിക്കോട്ടെ? ഓ പോയിക്കോ. തിരക്കുള്ള ബസ്സിൽ കമ്പിയിലൊക്കെ തൂങ്ങി തിരിച്ചു വരുമ്പോൾ ഓർത്തുകൊള്ളണം, പോയ സ്ത്രീയല്ല മടങ്ങി വരുന്നത്. ഇപ്പം അവളുടെ ഉള്ളിൽ എന്തോ ഇങ്ങനെ കിനിയുന്നുണ്ട്, ആലിപ്പഴം കണക്ക്. കാരണം അവൾ മടങ്ങി വരുന്നത് അവളുടെ പുഴയുടെ അടുത്തുനിന്നാണ്. ഇങ്ങനെ ഒന്നുപോയി കാണണമെന്ന് തോന്നൽ തരുന്ന ഒരാളാണോ നിങ്ങൾ? എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെയൊക്കെ പോയി കാണാൻ തോന്നുന്നത്? നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഷമം ഇതാണ്, ആരും ആരെയും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ അടുക്കലേ പോകാൻ പറ്റത്തുള്ളൂ. അസീസിലെ ഫ്രാൻസിസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, സമാധാന പ്രാർത്ഥന. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമേ മനസ്സിലാക്കപ്പെട്ടതിനേക്കാൾ മനസ്സിലാക്കാൻ. ഒരു വാക്കുണ്ട്, പ്രാർത്ഥന. മനസ്സിലാക്കപ്പെട്ടതിനേക്കാൾ മനസ്സിലാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്തിനാണ് ഇങ്ങനെ അമ്മ മേരി എലിസബത്തിനെ കാണാൻ പോയത്? കൊന്തയുടെ രഹസ്യമാണല്ലോ. നമ്മൾ പറയും തൻ്റെ അമ്മായി ചർച്ചക്കാരി എന്ത് ചെയ്യുന്നുണ്ട്, ശുശ്രൂഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. ശുശ്രൂഷിക്കാൻ വേണ്ടിയൊക്കെ ഇത്രയും വേഗത്തിൽ ഓടിപ്പോകേണ്ട കാര്യമൊക്കെ ഉണ്ടോ? എനിക്കത് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. മംഗളവാർത്തയ്ക്ക് ശേഷമാണ് മേരി അത് ചെയ്യണത്. എന്താ മംഗളവാർത്ത എന്ന് പറയണത്? കന്യക ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും. ലോകത്തെവിടെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുക? മേരി പറയാൻ പോണ ഈ വർത്തമാനം അവളുടെ പുരുഷന് പോലും മനസ്സിലായിട്ടില്ല, നീതിമാനായ ഔസേപ്പിന് പോലും മനസ്സിലായിട്ടില്ല. അപ്പം ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിടം തപ്പി അവളിങ്ങനെ ഓടിപ്പോവുക, തിടുക്കത്തിൽ പോവുകയാണ്. അതാരാണ്? എലിസബത്ത്. എന്താ കാര്യം? ഇവിടെ കന്യ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞ കണക്ക് തന്നെ വേറൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഗർഭത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കാത്ത ഒരു വയോധിക ഗർഭം ധരിച്ചു. അപ്പം ആ ചെറിയ പെൺകുട്ടിക്ക് മനസ്സിലായി, താൻ പറയണ കാര്യം ഇപ്പം ലോകത്ത് പിടുത്തം കിട്ടാൻ പോകുന്ന ഏക സ്ത്രീ എലിസബത്താണ്. അതുകൊണ്ടാണ് വേഗത്തിൽ ഓടിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉറ്റവർ പറയണ കാര്യങ്ങൾ പിടുത്തം കിട്ടുന്ന ഒരാളായിട്ട് നിലനിന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം തട്ടിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രാത്രി വണ്ടിക്ക് തന്നെ കയറി വെളുപ്പിനെയാകുമ്പോൾ വീട്ടിൽ വന്നിട്ട് കാൽക്കൽ വന്നിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കും. അപ്പ അമ്മ എന്നൊക്കെ വിളിച്ചോണ്ട്. ഇപ്പം 4 5-ാമതായിട്ട് ലോകത്തുള്ള എല്ലാ നദികൾക്കും അറിയാം അത് പതിക്കാൻ പോകുന്ന കടലിനെക്കുറിച്ച്. എന്നിട്ടും ഈ മനുഷ്യനെന്ന് പേരിട്ടിരിക്കുന്ന പുഴ, ആ പുഴ എന്തുകൊണ്ടാണ് അത് പതിക്കാൻ പോകുന്ന കടലിനെ ധ്യാനിക്കാത്തത്? പുഴയെ പിന്തുടർന്ന് കഴിഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ പുഴയുടെ വേഗത കൂടും. കാരണം അതിങ്ങനെ കടലിനോട് അടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞവരുടെ വേഗതയൊക്കെ ഒന്നുകൂടി വർദ്ധിക്കണ്ടേ? എവിടേക്കാണ് തങ്ങൾ പതിക്കാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞത് കണക്ക് 30,000 ദിവസങ്ങളുടെ കേസ് കെട്ടാ ജീവിതം. നിങ്ങളീ പലരുടെയും ശമ്പളം പോലും ചിലപ്പോൾ അതിന് മീതെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസം വരുവാൻ അതിന് മീതെ ആയിരിക്കാം. എന്നിട്ടും അതുകൊണ്ട് ഒരു മാസം ഓടണില്ല. അങ്ങനെയെങ്കിൽ വെറുതെ 30,000 രൂപ മാത്രമുള്ള അക്കൗണ്ട് ബുക്ക് ചെയ്യുന്ന പകുതിയിലേറെ ചെലവഴിച്ച മനുഷ്യർ കുറച്ചുകൂടി ചിന്തിച്ച് തുടങ്ങണ്ടേ, എവിടേക്കാണ് ഒഴുകണം? പതിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കടലുണ്ടോ? അപ്പോൾ എന്തോ ഒന്നിൽ ജീവിതം ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്, എന്തോ ഒന്നിൽ ജീവിതം ഇനിയും പതിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ദൈവശാസ്ത്രജ്ഞന്മാർ പറയും, യു ആർ ആൻ എസ്കറ്റോളജിക്കൽ സൈൻ, യു ആർ ആൻ എസ്കറ്റോളജിക്കൽ സൈൻ.
ഓരോ ക്രിസ്തു വിശ്വാസി എന്ന് വിളിക്കേണ്ട ഓരോ വിശ്വാസിയും എന്തിൽ വിശ്വസിച്ചോട്ടെ, അടിസ്ഥാനപരമായിട്ട് ഒരു എസ്കറ്റോളജിക്കൽ സൈനാണ്, മറ്റൊരു ലോകത്തേക്കുള്ള കൈചൂണ്ടിയ. അങ്ങനെ തന്നെയാണോ ഓരോരുത്തരുടെയും നിലനിൽപ്പ്? ഒരാളെക്കുറിച്ച് കേട്ടൊരു കാര്യമാണ് ആരെക്കുറിച്ചും കേൾക്കാൻ പാടില്ലാത്ത ഏറ്റവും മോശപ്പെട്ട കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൊതുവായ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ തരുന്ന ഒരാളല്ല അയാൾ. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ തരുന്ന ഒരാളല്ല അയാൾ. കുറച്ച് എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ അസ്കിത ഉള്ളതുകൊണ്ട് പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ ഞാൻ വിറക്കാൻ തുടങ്ങി. ഒരു കൈ കൊണ്ട് മറ്റൊരു കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടും ആ വിറയൽ അവസാനിക്കുന്നില്ല. ഞാൻ വിറക്കണത് അയാളെ ഓർത്തിട്ടല്ല, മറിച്ച് എന്നെ ഓർത്തിട്ടാണ്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബോബി, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന തോന്നൽ കൊടുക്കുന്ന ഒരാളാണോ നീ? ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ കൊടുക്കുന്ന ഒരാളാണോ നീ? അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ വിട്ടുകളയാമായിരുന്നു, എന്തുമാത്രം മമതകളിൽ നിന്ന് വഴുതിമാറി നടക്കാമായിരുന്നു. ആർ യു an എസ്കറ്റോളജിക്കൽ സൈൻ? അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരാൾ, അപ്പുറത്തേക്ക് ചൂണ്ടുന്ന ഒരാൾ. ഇതിനു വേണ്ടിയാണ് നമുക്കുള്ള ക്ഷണം. പുലരിയിലെ സ്ത്രീകൾ കല്ലറയിലേക്ക് പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സങ്കടം ഇതാണ്, ആ മൂടിക്കല്ല് ആര് മാറ്റും? അതിങ്ങനെ ഒരു കല്ലിൻ്റെ ഭാരത്തിൻ്റെ കഥയല്ല. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ ഒരു മൂടിക്കല്ലുണ്ട്. അതിനപ്പുറം എന്താണെന്ന് ഇന്നോളം നമുക്കൊരു പിടുത്തമില്ല. മാതാപിതാക്കന്മാരെവിടെ പോയി? ചെറുപ്പത്തിലെ മരിച്ച ആ കൈക്കുഞ്ഞെവിടെ പോയി? അപകടത്തിൽപ്പെട്ട ചങ്ങാതി എവിടെ പോയി? ഓരോ മരണങ്ങൾക്കും ഇടയിൽ ഒരു മൂടിക്കല്ലുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ. അപ്പം അത് ആർക്കും ഉരുട്ടിമാറ്റാൻ പറ്റാത്തത് കൊണ്ട് യേശുവിലൂടെ ആ മൂടിക്കല്ല് ഉരുണ്ടുമാറി. തങ്ങൾക്ക് ഉരുട്ടിമാറ്റാനാവാത്ത മൂടിക്കൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ മാറിയിരിപ്പുണ്ട്. അവരകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് ഒരു തിരിശേഷിപ്പ് പോലുമില്ല, ഒരു തിരിശേഷിപ്പ് പോലുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? ജീവിച്ചിരിക്കുന്നവര് മരിച്ചവരെക്കാൾ സജീവരാണ്. Dead are more alive than the living. അൽഫോൻസമ്മ, ആർക്കറിയാം അവര്? എന്നിട്ടും ഈ വിളക്കൊക്കെ കത്തിച്ചെന്തിനാ തിരുശേഷിപ്പോട് വെച്ചിരിക്കണം? കൊന്തയൊല്ലാണ് 2000 വർഷം മുമ്പ് കടപ്പുറത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ ഓർത്തോണ്ട് ഒരു സമ്മർദ്ദം വരുമ്പോൾ മരിച്ചുപോയ അമ്മയെ വിളിക്കണം, അമ്മച്ചി. ഒരു സ്വപ്നം കണ്ട് ഉണരുന്ന ഒരു പുരുഷനോ സ്ത്രീയോ മിക്കവാറും വിളിക്കണ വാക്കത് തന്നെയാണ്, അമ്മച്ചി. ഇപ്പം കളി ഈ കാണുന്നിടം കൊണ്ട് തീരുന്നില്ല. വിളക്കേ കിടന്നുള്ളൂ, വെളിച്ചം നിലനിൽക്കുന്നുണ്ട്. ദാ ഒരു തിരുനാളമുണ്ട്, അത് പതുക്കെ വേണമെങ്കിൽ ഇപ്പം കരിതിരിയിലോട്ട് പോയിട്ടുണ്ട് ഊതിക്കെടുത്താം. എന്നാലും തിരി കെട്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ, വെട്ടം കെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. വെട്ടത്തെ കെടുത്താൻ പറ്റത്തില്ല, സയൻസാ. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവൻ്റെ തിരുനാളം കെട്ടിപ്പോയി കഴിഞ്ഞാലും അവശേഷിക്കുന്ന ചില വെളിച്ചമുണ്ട്. അതിനെക്കുറിച്ചുള്ള ധാരണയാണെന്ത്? 5-മത്തത്, ഓരോരുത്തരും ഒടുവിൽ എത്തിച്ചേരാൻ പോകുന്ന ആ മഹാസിന്ധു, കരുണക്കടൽ. ഇങ്ങനൊരു 5ഓളം ഓർമ്മപ്പെടുത്തലുണ്ട് ഒരാൾ പുഴയാണോ അല്ലേ എന്ന് നിശ്ചയിക്കാനായിട്ട്. 1, ഒഴുകണുണ്ട്. 2, ജീവിതത്തെ സ്വീകരിക്കണുണ്ട്. 3, പരിസരത്തെ വിമലീകരിക്കുന്നുണ്ടോ. 4,
ഉറ്റവർക്ക് തണുപ്പ് കൊടുക്കണുണ്ട്. 5 എവിടേക്കാണ് ഒഴുകുന്നത്? പെസഹായിൽ സംഭവിച്ച കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എവിടെ പെസഹ ഒരുക്കണം? യേശു പറഞ്ഞു, നിങ്ങൾ തെരുവിലേക്ക് ചെല്ലുമ്പോൾ തലയിൽ ജലകുംഭവുമായൊരു പുരുഷനെ കാണും. അയാളോട് പറയണം, ഗുരുവിന് പെസഹ ഒരുക്കാൻ പറ്റിയ ഇടം കാണിച്ചു തരാൻ. അപ്പോൾ അയാൾ നിങ്ങളെ ഒരു മാളിക മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇംഗ്ലീഷിലത് കുറേ കൂടി ഭംഗിയാണ്. ദെൻ ഹീ വിൽ ലീഡ് us to an upper room. മാളിക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആഡംബരമായിപ്പോയി. അപ്പർ റൂം വേറെയാണ്. തലയിൽ കുടവുമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് സാധകൻ്റെ, വിശ്വാസിയുടെ ധർമ്മം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും അത് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. തലയിൽ ഒരു ജലകുംഭമുണ്ടാവുക. അതിൻ്റെ അർത്ഥം ഇവിടം വരെ വെള്ളം, ഇവിടം വരെ നനവ്. അത്തരം നനവുള്ള മനുഷ്യരാണ് അവരുടെ പരിസരത്തെ ഈ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ദെൻ ഹീ വിൽ ലീഡ് ടു ദ അപ്പർ റൂം. ദെൻ ഹീ വിൽ ലീഡ് ടു ദ അപ്പർ റൂം. നനവുള്ള മനുഷ്യർ ആയി നിൽക്കുക. ആ നനവ് തേടി വരുന്നവരെ മുകളിലേക്ക് കൊണ്ടുപോകുക. ഇതൊക്കെയാണ് ധർമ്മം. ആ അർത്ഥത്തിൽ തെരുവിൽ ശിരസ്സിൽ മൺകുടവുമായി നിൽക്കുന്ന പുരുഷൻ, സ്ത്രീ നിങ്ങളായിരിക്കുമോ? ആമേൻ. അത് പ്രാർത്ഥിക്കാം. ഇത്രയേറെ നമുക്കൊന്ന് കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് ചെയ്യാം. നമുക്ക് ഇത്തിരി നേരം കണ്ണുപൂട്ടിയിരിക്കാം. ഇത്തിരി നേരെ ഇരുന്ന് ആരാധനയുടെ സമയമായതുകൊണ്ട് ആർക്കെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു താല്പര്യമുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് അകത്തേക്ക് വരാം. 20-20 മിനിറ്റ് നമുക്ക് ആൾക്കാരുടെ അടുത്തിരിക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നടുക്കൊക്കെ ഇരിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനൊരു വേർതിരിവില്ലാതെ പുറത്തുനിന്ന് ആർക്കെങ്കിലും വരണമെങ്കിൽ അകത്തേക്ക് വരാം. ഒന്ന് കണ്ണുപൂട്ടി ഇത്തിരി നേരം സന്നിധിയിലായിരിക്കാം. പരമാവധി നേരെ ഇരുന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രാണനെ പുഴയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കണ്ണുപൂട്ടിയിരിക്കാം. എന്നിട്ട് നമുക്ക് അതിന് ആരാധനയ്ക്കുള്ള ഒരുക്കമാക്കാം. വെറുതെ കണ്ണുപൂട്ടി 5 കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനായിട്ട് ഒരേ ഒരു മിനിറ്റ് വീതം എടുക്കുക. ഒരേ ഒരു മിനിറ്റ്. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ഇത്തിരി നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് കൂടി ഭക്ഷണം കൊടുക്കണം. എല്ലാത്തിനും ഭക്ഷണം ആവശ്യമുണ്ട്, വിശേഷിച്ച് നമ്മുടെ ആ ബുദ്ധിക്ക്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ മനുഷ്യൻ വാക്കുകൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല. കണ്ണുപൂട്ടി മരിച്ചവൻ്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകുന്നുള്ള വരികൾ ധ്യാനിക്കുക. എന്നിട്ട് മാഗി എന്ന് പറഞ്ഞ ആ കൂട്ടുകാരിയെ ഓർമ്മിക്കാം. ഞാൻ നദിയാണ്, ഇനി കാണാതെ ഒഴുകാം, വേരുകളെ നനച്ചോളാം.
കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ കുറേ കൂടി സമർപ്പണം ചെയ്യാം, സറണ്ടർ ചെയ്യാം അവിടുത്തെ പാദങ്ങളിൽ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും പുഴയാക്കണമേ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും പുഴയാക്കണമേ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും പുഴയാക്കണമേ. കുറേ കൂടി ഒഴുകാനും സ്വീകരിക്കാനും തണുപ്പിക്കാനും വിമലീകരിക്കാനും ഒടുവിൽ അങ്ങെന്ന ദയാസാഗരത്തിൽ പതിക്കുവാനും അലിയുവാനും എന്നെയും പഠിപ്പിക്കണമേ. ഒടുവിൽ അങ്ങെന്ന ദയാസാഗരത്തിൽ അലിയുവാനും എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. അടുത്തിരിക്കുന്നവരുടെ കയ്യിൽ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമ്മളൊക്കെ ആശീർവദിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്. യു ആർ മെന്റ് ടു ബ്ലസ്. അതിന് ഇന്നവരെന്നില്ല, ചെറിയവരും വലിയവരൊന്നുമില്ല, പുണ്യവാനും പാപിയൊന്നുമില്ല. ഉറ്റവർക്ക് നല്ലത് ആശംസിക്കുക എന്നുള്ളതാണ് ഒരു സുവിശേഷ ധർമ്മം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പോകുന്നിടത്തൊക്കെ ഇങ്ങനെ നന്മ ആശംസിക്കുക. ഈ ദേവാലയത്തിൽ നിന്ന് തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ആ പ്രാർത്ഥന ഒരുമിച്ച് എല്ലാം കൈകോർത്ത് തന്നെ കർത്താവായ യേശുവേ, പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ സദാ പൊതിയണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ സദാ പൊതിയണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ സദാ പൊതിയണമേ. ആമേൻ. ദിവ്യകാരുണ്യ എഴുന്നള്ളിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് തന്നെ ഏകാഗ്രമായിട്ടിരിക്കാം.
സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. തിരുനാമമിന്നും പ്രഘോഷിക്കാം, ജനതകൾ മധ്യേ പ്രകീർത്തിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആത്മാവിലാരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിൽ നിന്ന് നദി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിന്ന് നദി, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് നദി ഒഴുകും. ഈർപ്പമുള്ള തണുപ്പുള്ള മനുഷ്യർ, പകയോ വിദ്വേഷമോ വയലേഷനോ ഒന്നും ഇല്ലാത്ത മനുഷ്യർ, നമുക്ക് ആ പ്രാർത്ഥന വീണ്ടും ആവർത്തിക്കാം. കണ്ണുപൂട്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും പുഴയാക്കണമേ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും പുഴയാക്കണമേ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും പുഴയാക്കണമേ. ആമേൻ ആമേൻ ആമേൻ. ഇത്തിരി നേരം സന്നിധിയിൽ നമുക്കായിരിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നദിയെ ഓർമ്മിക്കുക. ഒരു നദി ഒഴുകുന്നുണ്ട്.
ആ നദിയിൽ ഒരു പൂവിതൾ വന്ന് വീഴുന്നു. ആ പൂവിതളിൽ നിങ്ങളുടെ പേരാ. വെറുതെ ഒരു വരമ്പത്തൊക്കെ ഇരുന്ന്, ഒരു വയലിനൊക്കെ അടുത്തിരുന്ന് തണുത്ത കാറ്റ് വീശുന്നൊരു രാത്രിയിൽ നമ്മൾ ധ്യാനിക്കുകയാണ് ഒരു നദി. ആ നദിയിലൊരു പൂവിതൾ വീണു. ആ പൂവിതള നിങ്ങളാണ്. അതെവിടേക്ക് വേണമെങ്കിലും ഒഴുകിക്കോട്ടെ, നിനക്കിഷ്ടമുള്ളിടത്തേക്ക്. അജ്ഞാതമാ സ്ഥലികളിലൂടെ അനുപമ ചൈതന്യമേ, അജ്ഞാതമാ സ്ഥലികളിലൂടെ അനുപമ ചൈതന്യമേ, ഇമയടയാത്ത നിന്റെ ശ്രദ്ധ, ഇമയടയാത്ത നിന്റെ ശ്രദ്ധ, പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്, പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്. ആ വരി മാത്രം നമുക്ക് ഉരുവിടാം. പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്, 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 പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കത് ആവർത്തിക്കാം. പുഞ്ചിരിച്ച് കണ്ണുപൂട്ടി നമുക്ക് പാടാം. പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്, പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്. ആവർത്തിക്കാം. പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്, പുഞ്ചിരിച്ചുകൊണ്ട്. പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്, പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്, പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്, പൊതിഞ്ഞും പുണർന്നും നിനക്കിഷ്ടമുള്ളിടത്തേക്ക്. ശാന്തം പ്രശാന്തം, ശാന്തം പ്രശാന്തം. ആവർത്തിക്കാം. ശാന്തം പ്രശാന്തം, ശാന്തം പ്രശാന്തം, ശാന്തം പ്രശാന്തം, ശാന്തം പ്രശാന്തം, ശാന്തം പ്രശാന്തം, ശാന്തം പ്രശാന്തം, ശാന്തം പ്രശാന്തം.
സ്വസ്തി സുസ്വസ്തി 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 സ്വസ്തി ശാന്തമായിട്ട് ആ വരികൾ നമുക്ക് നേറ്റു ചൊല്ലാം. ഒഴുക്കിൽ ഒരു ദളം പോലെ എന്നുയിർ നിൻ സ്നേഹപ്രവാഹത്തിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് മുട്ടിന്മേൽ നിന്ന് ദീപികാരൻ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദേവനാമം വാഴ്ത്തിടുവിൻ. ദേവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാദൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയായൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദേവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.